ഹർജിയിൽ വിശദമായിട്ടുള്ള വാദം കേട്ട ശേഷം നാളെ കൂടി ഇക്കാര്യത്തിൽ വാദം കേൾക്കാനാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോടതി തന്നെ പുറത്തു വന്നിരിക്കുന്ന കേസ് ഹിസ്റ്ററി ടൈം ലൈനിൽ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ റിലൈഡ് അപ്പോൺ സം മെറ്റീരിയൽസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. അതായത് നിലവിൽ ഇപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ചില കാര്യങ്ങൾ കൂടി സമർപ്പിക്കാനുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഫോർ പ്രൊഡക്ഷൻ ഓഫ് അഡീഷണൽ മെറ്റീരിയൽസ് ആൻഡ് ഫർദർ ഹിയറിംഗ്, തുടർവാദങ്ങൾ കേൾക്കാനും ഇത്തരം കാര്യങ്ങൾ സമർപ്പിക്കാനും വേണ്ടി നാളത്തേക്ക് കേസ് മാറ്റി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല നോട്ട് ടു അറസ്റ്റ് ഇക്കാര്യത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതും അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നുണ്ട്. ഏതായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിധി ഇന്ന് തന്നെ വരും എന്നുള്ളൊരു ചില സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അതിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. വിശദമായ വാദം കേട്ടു. പ്രോസിക്യൂഷന് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ രേഖകൾ കോടതിയിൽ ഹാജരാക്കാനുണ്ട്. പ്രത്യേകിച്ച് ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ടാണ് ചില വാദങ്ങൾ, ചില രേഖകൾ അടക്കമുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനുള്ളത്. ഇതടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഫർദർ ഹിയറിംഗ് ബാക്കിയുള്ള വാദങ്ങൾക്കും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കുമായി, അതായത് ഈ പ്രോസിക്യൂഷന് അവരുടെ പക്കലുള്ള തെളിവുകൾ, ചില രേഖകളടക്കം ഹാജരാക്കാൻ വേണ്ടി നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതേസമയം നോട്ട് ടു അറസ്റ്റ് എന്നുള്ള കാര്യം കൊടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള കാര്യം കൊടുത്തിട്ടില്ല. നാളെ ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഉന്മേഷ്. ഷഫീദ്, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കാനുള്ളത്? ഇപ്പോൾ പ്രോസിക്യൂഷന് കൂടുതൽ തെളിവുകൾ, രേഖകൾ ഹാജരാക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വാദം പൂർത്തിയായത് നമ്മുടെ മുൻപിലുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ പുതിയ വിവരങ്ങൾ എന്നാണ് കരുതേണ്ടത് ഷഫീദ്? ഉന്മേഷ്, വളരെ വിശദമായിട്ടുള്ള വാദമാണ് ഈ സെഷൻസ് കോടതിയിൽ നടന്നത്. പ്രത്യേകിച്ച് പ്രോസിക്യൂഷനും അതേപോലെ തന്നെ പ്രതിഭാഗത്തിനും കൃത്യമായ വാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അവർ പറയുന്നത് ഭ്രൂണഹത്യ അടക്കം തെളിയിക്കാൻ ഞങ്ങൾക്ക് ചില തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല പീഡനം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. മാത്രമല്ല പെൺകുട്ടി കടന്നുപോയിട്ടുള്ള മാനസികാവസ്ഥ, അതിജീവിത കടന്നുപോയിട്ടുള്ള മാനസികാവസ്ഥ പരിശോധിക്കണം. ഈ പ്രതി എന്ന് പറയപ്പെടുന്നയാൾ അന്വേഷണവുമായി ഒരു വിധത്തിലും ഒരു ഘട്ടത്തിലും സഹകരിച്ചിട്ടില്ല. ഇയാൾ സംസ്ഥാനത്തിന് പുറത്തുപോയി ഒളിവിൽ കഴിയുകയാണ്. ഈ സാഹചര്യത്തിൽ ഇയാൾക്ക് ജാമ്യം അനുവദിച്ചാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് നയിക്കും. പ്രത്യേകിച്ച് തെളിവ് ശേഖരണം തടസ്സപ്പെടുത്തും, തെളിവ് നശിപ്പിക്കൽ ഉണ്ടാകും, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പറയുമ്പോൾ പ്രതിഭാഗം അഭിഭാഷകനായി ഹാജരായിട്ടുള്ള ശാസ്ത്രമംഗലം അജിത് കുമാർ പറഞ്ഞത് പ്രതി ഏത് തരത്തിലുള്ള അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്. മാത്രമല്ല ഇക്കാര്യത്തിലൊക്കെ ചില സംശയങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സീൽഡ് കവറിൽ ചില വിവരങ്ങൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുള്ളത്. അക്കാര്യമൊക്കെ പരിശോധിക്കണമെന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അത് മാത്രമല്ല ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഇവിടെ എങ്ങനെയാണ് പീഡനം നിലനിൽക്കുന്നത്, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ തടയാൻ കഴിയുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചെങ്കിലും അപ്പോഴാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ തെളിവുകൾ തീർന്നിട്ടില്ല, ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, അതിലേക്ക് ഞങ്ങൾ പോകും, അതിനുവേണ്ടി സമയം അനുവദിക്കണമെന്നുള്ള പ്രോസിക്യൂഷന്റെ അത് പരിഗണിച്ചുകൊണ്ടാണ് നാളത്തേക്ക് കേസ് വീണ്ടും പരിഗണിക്കാൻ കോടതി മാറ്റിയിട്ടുള്ളത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസ് കേൾക്കുന്നത്.